പല്ലവി മ്യൂസിക് ബാൻഡ് അണിയിച്ചൊരുക്കിയ ഐ ലവ് ബഡേറ നാടൻപാട്ട് വീഡിയോ ആൽബം പ്രകാശനം വെള്ളിയാഴ്ച മുനിസിപ്പൽ പാർക്കിൽ നടക്കും. 27-ന് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ജാനു തമാശ ഫെയിം ലിഥിൻലാൽ നർത്തകി ലിസി മുരളീധരന് നൽകി ആൽബം പ്രകാശനം ചെയ്യും. മണലിൽ മോഹൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വടകര ഭാഷാ ശൈലിയിൽ 60ഓളം കലാകാരന്മാർ ചേർന്നാണ് ഈ അടിപൊളി നാടൻപാട്ട് സംഗീത ആൽബം തയ്യാറാക്കിയത്. പ്രശസ്തമായ വടകരയിലെ ഗ്രാമീണ മേഖലയിലെ നാടൻ ഭാഷാ ശൈലിയിൽ രചനയും ആലാപനവും നടത്തിയത് പവിത്രൻ പല്ലവിയാണ്. സംഗീതം ചിട്ടപ്പെടുത്തിയത് റാംസി പണിക്കറും വിഷ്വൽ ഡയറക്ടർ രാജീവ് വഴിയൂരുമാണ്. വിനീത് പി വി മോനിയാണ് കൊറിയോഗ്രാഫി ചിട്ടപ്പെടുത്തിയത്. പവിത്രൻ പല്ലവി ജനറൽ കൺവീനർ സജീവൻ ചോറോട്, പ്രോഗ്രാം കൺവീനർ ആർ വിജയൻ, അനീഷ് ബാബു KTK എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വടകരയുടെ ഭാഷാ ശൈലിയെ പ്രകീർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഒരു താളവും ഈണവും കണ്ടെത്തി ഒരു ആൽബം നിർമ്മിച്ച് അതിൻ്റെ പ്രകാശനം 27-ന് വെള്ളിയാഴ്ച ഉച്ച 3 മണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. അത് ആ ചടങ്ങിലെ മുഖ്യാതിഥി പ്രശസ്ത പരിസ്ഥിതി മിത്രം അവാർഡൊക്കെ നേടിയ മണലിൽ മോഹനാണ്. ആ ആൽബം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത നർത്തകി ലിസി മുരളീധരനാണ്. ആൽബം ഏറ്റുപറഞ്ഞത് ലിസി മുരളീധരനാണ്. പ്രകാശനം ചെയ്യുന്നത് വടകരയുടെ അഭിമാനമായ കലാകാരൻ ലിഥിൻലാലാണ്. ജാനു തമാശ ഫിലിമിലെ വടകര പ്രിയപ്പെട്ട ജാനുവരിയാണ് പ്രകാശനം ചെയ്യുന്നത്. ആൽബം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുപറഞ്ഞതാണ് ലിസി മുരളീധരൻ. ആ ചടങ്ങിൻ്റെ ഭാഗമായി സംസാരിക്കുന്നത് പത്മനാഭൻ പണിക്കോട്ടിയുണ്ട്, മത്സരയുടെ മനോജ് മാഹിയുണ്ട്. ഭദ്രമല്ലയുടെ ഈ ആൽബം വടകരയുടെ ഒരു സംഗീത ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന ഒരു ആൽബമായി മാറും. നമ്മൾ പറയുന്ന ഇനി ഞാനും ഓന് ബൈക്കിൽ പോകുന്നു ഇങ്ങനത്തെ കുറേ വാക്കുകൾ വെച്ചുകൊണ്ട് ഒരു നാടൻ പാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നതിൻ്റെ പരീക്ഷണം കൂടിയാണിത്. ഇപ്പോൾ എന്തിനായാലും വടകരയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അടയാളപ്പെടുത്താനും ഈ നാടൻ ഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ അതിൻ്റേതായ ഭംഗിയുണ്ടെന്നും ഒരു സുന്ദരമായ ഒരു കലാരൂപത്തിലൂടെ 10-60ഓളം കലാകാരന്മാർ ചേർന്ന് ഒരുക്കിയ ഈ കലാവിരുന്നിലൂടെ ഐ ലവ് ബഡേറ അതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അതിന് വരുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും പത്രമാധ്യമ രംഗത്ത് ഈ ആൽബം എൻ്റെ ഒരു 40ാമത്തെ പാട്ടാണ്. 40ഓളം പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള പാട്ടാണെങ്കിലും നമ്മൾ വടകര ഭാഷ പാട്ടാണെങ്കിലും അതിൻ്റെ കൂടെ അതിൻ്റെ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് DJ സ്റ്റൈലിലുള്ള, അതായത് കുറച്ച് അടിപൊളി പാട്ട് തോന്നിയാണ് അങ്ങനെയുള്ളൊരു സ്റ്റൈൽ. അപ്പോൾ ടീനേജേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും സാധാരണക്കാർക്കും കേൾക്കുമുണ്ടാകുന്നൊരു നാടൻ ഭാഷയിലുള്ള കേൾക്കുമുണ്ടാകുന്ന സുഖം അതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഇതിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ആൽബം അമ്മത്തൊട്ടിൽ താരാട്ട്, അതിന് എനിക്ക് എല്ലാവിധ എല്ലാ ഭാഗത്തു നിന്നും നല്ല സഹായങ്ങളും അതുപോലെ നല്ല കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനും എല്ലാവിധ